അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, വേങ്ങരയിൽ ഒരു മുഖാമുഖം നടന്നു. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രൗഢഗംഭീരമായൊരു മുഖാമുഖം. മണിക്കൂറുകളോളം നീണ്ടുനിന്ന ചോദ്യോത്തര സെഷൻ. ആ മുഖാമുഖ വേദിയിൽ ഒരു ചോദ്യകർത്താവ് ചോദ്യം ചോദിച്ച് ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് മറുപടി വിശദീകരണം എല്ലാം കഴിഞ്ഞതിന് ശേഷം ചോദ്യകർത്താവ് പറയും, ഞാൻ അതല്ല ചോദിച്ചതെന്ന് പറയും. എന്നിട്ട് അദ്ദേഹം ചോദ്യം മാറ്റി ചോദിക്കും. എന്നിട്ട് ഉസ്താദ് അതിന് മറുപടി പറയും. വീണ്ടും അയാൾ പറയും, ഞാൻ അതല്ല ചോദിച്ചെന്ന് പറയും. ഇങ്ങനെ ഒരു ആളെ വട്ടം കറക്കുന്ന ഒരു സ്വഭാവം ചോദ്യകർത്താവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട PKM സഖാഫി ഉസ്താദിൻ്റെ അടുത്തുനിന്ന് ചെറിയ ഒരു അഭംഗിയായ സംഭവം ഉണ്ടായി. അതെല്ലാവർക്കും അറിയാം. അത് ഇത്ര വലിയ സംഭവമായിട്ട് എടുക്കേണ്ട വിഷയമൊന്നുമില്ല, ഒരു ചെറിയൊരു അഭംഗി, അത്ര അതിനെക്കുറിച്ച് പറയാനുള്ളൂ. എന്നാൽ ഇത് പൊക്കിപ്പിടിച്ച് വഹാബികളൊക്കെ പറഞ്ഞു, കണ്ടോ സുന്നികൾക്ക് മറുപടിയില്ല, ബബ്ബബ്ബ പഠിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഖാമുഖത്തെ കളിയാക്കി. മണിക്കൂറുകളോളം നീണ്ടുനിന്ന നല്ല ചോദ്യോത്തര സെഷൻ അവിടെ അവസാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗങ്ങൾ തുടക്കത്തിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ അവസാനത്തിൽ ഒരു ചെറിയ സംഭവം ഉണ്ടായതിനെ ഇത് പൊക്കിപ്പിടിച്ചുകൊണ്ട് സുന്നികൾക്ക് മറുപടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുകയാണ്. ഇതേ സ്വഭാവം നൗഷാദ് കാണിക്കുകയാണ്. ഇതേ സ്വഭാവം ഈ ക്ലിപ്പ് ഇട്ടുകൊണ്ട് കളിയാക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇയാൾക്ക് സുന്നികളോടാണോ സുന്നത്ത് ജമാഅത്തിനോടാണോ സ്നേഹം, അതല്ല വഹാബികളോടാണോ? വഹാബികൾ ചെയ്യുന്ന അതേ പണി വഹാബികൾ ഈ മുഖാമുഖത്തിൻ്റെ ഈ ഭാഗത്ത് കളിയാക്കിക്കൊണ്ട് സുന്നികളെ സുന്നത്ത് ജമാഅത്തിനെ ഇകഴ്ത്താൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതേ പണി നൗഷാദ് ചെയ്യുന്നു. ഇയാൾക്ക് സുന്നത്ത് ജമാഅത്തിനോടാണോ സ്നേഹം, വഹാബികളോടാണോ സ്നേഹം? നിങ്ങൾ തീരുമാനിക്കുക. അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം. ഞാൻ പറയാം, ഇയാളുടെ നിൽക്ക്, ഇപ്പം ഞാനാ പറയുന്നത് എന്തൊക്കെ വിറ്റാതരങ്ങൾ ഇതാണോ മദതില്ലെങ്കിൽ അതാ പറഞ്ഞു പിരിച്ചുവിട്ട് പോയിക്കോളികൾ. മദത് പറഞ്ഞൊരു സാധനം ഉണ്ട്. നിങ്ങൾ എത്ര കാലം ഇവിടെ വേറെ വിറ്റുണ്ട്. അതെന്താണ്? നൗഷാദ് പറയും, മദതില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഈ മുഖാമുഖത്തിൽ ഒരു അഭംഗി സംഭവിച്ചത് എന്നാണ് നൗഷാദ് പറയുന്നത്. തൊട്ടു ശേഷം നൗഷാദ് പറയുന്നത്, കഴിഞ്ഞ കാലം നിങ്ങളുടെ മുഖാമുഖങ്ങളെല്ലാം ഈ ഒരൊറ്റ മുഖാമുഖം കൊണ്ട് ബാത്തിലാക്കി. അപ്പൊ കഴിഞ്ഞ കാല മുഖാമുഖങ്ങളൊക്കെ ഉഷാറായിരുന്നു എന്ന് മൗലവി സമ്മതിച്ചു. അപ്പോൾ മൗലവി, ഈ കഴിഞ്ഞ കാല മുഖാമുഖങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് മദത് ഉണ്ടായിരുന്നു അല്ലേ, വേങ്ങര മുഖാമുഖത്തിന് മാത്രം മദത് ഇല്ലാതെ പോയോ? ഏതായാലും നൗഷാദ് പറയട്ടെ. മുഖാമുഖം നടത്തി ഒറ്റൊന്നുകൊണ്ട് മൊത്തം പാത്തിലായില്ലേ? ഏതായാലും വരട്ടെ. ഇനി അലവി സഖാഫി വന്ന് ഇടപെടുന്നു കണ്ടോളിട്ടോ. കളിയാക്കാൻ വേണ്ടിയിട്ട് ആ ക്ലിപ്പ് ഇടുകയാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഈ മദത് എന്ന് പറയുന്നത് ഈ നൗഷാദിന് മാത്രം, കുരുവട്ടൂരികൾക്ക് മാത്രം റിസർവ്ഡ് ആണോ? ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞ എന്താണ്? ഫസുവ്വാറുഹും യഊദു അലൈഹിം മിൻഹും മദദുൻ ഉഖ്റവിയ്യുൻ. മഹാന്മാരെ സിയാറത്ത് ചെയ്യുന്നവർക്ക് അവരുടെ ആ മക്ബറകളിൽ നിന്ന്, മഹാന്മാരിൽ നിന്ന് അവർക്ക് ഉഖ്റവിയായ മദതുകൾ, അവർക്ക് സഹായങ്ങൾ ലഭിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ മദത് എന്ന് പറയുന്നത് ഒരു വട്ടൂരികൾക്ക് മാത്രം റിസർവ്ഡ് ആയെന്നല്ല. ഇവിടെ CM വലിയുള്ളാന്റെ മക്കാമിലും അതുപോലെ തന്നെ മമ്പുറത്തെ മക്കാമിലും അങ്ങനെ ഓരോ മസാറുകളിലെല്ലാം ഒരുപാട് ആളുകൾ സിയാറത്തിന് വരുന്നു. അതൊക്കെ ഈ വട്ടൂരികളാണോ? അല്ല, സുന്നികൾ. അവർക്കൊക്കെ മദത് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ മദത് എന്ന് പറയുന്നത് അത് ഈ 4 വട്ടൂരികൾക്ക് മാത്രം റിസർവ്ഡ് ആയ കാര്യമൊന്നും അല്ല എന്ന് മൗലവി മനസ്സിലാക്കുക. ഇനി മൗലവി ചെയ്യുന്ന ഒരു മഹാ അപരാധമുണ്ട്. അതെന്താണ്? ബഹുമാനപ്പെട്ട ഫൈസൽ ഹസനി ഉസ്താദിന്റെ പ്രസംഗം അത് വളരെ ഗംഭീരമായിരുന്നു. അത് കേൾക്കാത്തവരത് പോയി കേൾക്കണം. സൂപ്പർ പ്രസംഗമാണ്. വഹാബികളുടെ തൗഹീദിന്റെ ആണിക്കല്ലിളക്കിയ പ്രസംഗമാണ് ബഹുമാനപ്പെട്ട ഫൈസൽ ഹസനി ഉസ്താദിന്റെ പ്രസംഗം. ആ പ്രസംഗത്തെ പോലും നൗഷാദ് വെറുതെ വിട്ടിട്ടില്ല. അതില് ബഹുമാനപ്പെട്ട ഫൈസൽ ഹസനി ഉസ്താദ് അവസാനം പറഞ്ഞു, ജിന്നൂരികളോട് പറഞ്ഞു, നിങ്ങൾ ജിന്നുകളെ വിളിക്കുന്നത് വിരോധമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആഹുലിയാക്കന്മാരെ വിളിക്കാനും വിരോധമില്ല എന്ന് പറയാലോ. കാരണം ജിന്നുകൾ മറഞ്ഞതാണ്, മറഞ്ഞവരെ വിളിക്കുന്നത് നിങ്ങൾക്ക് വിരോധമില്ല. ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് ഷിർക്കല്ല എങ്കിൽ മഹാന്മാരോട് സഹായം ചോദിക്കുന്നത് ഷിർക്കല്ല. അതുകൊണ്ട് നമ്മളും നിങ്ങളും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ, നിങ്ങൾ ഇങ്ങോട്ട് പോരി എന്ന് സാധാരണ സുന്നികളൊക്കെ പറയുന്നു. അത് ബഹുമാനപ്പെട്ട ഫൈസൽ ഹസനി ഉസ്താദ് പറഞ്ഞപ്പോൾ നൗഷാദ് പറയാ, കണ്ടോ ഇവർ തമ്മിൽ തർക്കമില്ല, അതെ ഞങ്ങൾക്ക് അതാ പറയാനുള്ളത്. നൗഷാദ് പറയാ, അതെ നിങ്ങൾ പകുതി വഹാബികളാണ്, അവർ പൂർണ്ണ വഹാബികൾ, നിങ്ങളും അവരും തമ്മിൽ യാതൊരു തർക്കവുമില്ല, അതുകൊണ്ട് നിങ്ങൾ ഒന്നായിക്കോളി എന്ന് പറയാണ്. ബഹുമാനപ്പെട്ട ഫൈസൽ ഹസനി ഉസ്താദിന്റെ ക്ലിപ്പ് നൗഷാദ് ഇടുന്നത് നമുക്ക് കേൾക്കാം. മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ളത് അത് അള്ളാഹിനോട് മാത്രം ചോദിക്കുക, മറ്റത് നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക ഇതുവരെ പറഞ്ഞിരുന്നത്. അതുപോലും മാറ്റിവെച്ചു. വിസ്ഡം മുജാഹിദുകൾ നിങ്ങൾക്ക് ഇതാ കവാടം ഇവിടെ തുറന്നു വെച്ചിരിക്കുന്നു, നിങ്ങൾ പോരി ഒരു എന്താണ് നമ്മൾ നമ്മളെ തർക്ക വ്യത്യാസം? എന്നാൽ ഈ സമുദായം രക്ഷപ്പെടും. അതാ ഞങ്ങളും പറയുന്നത്. ഈ പകുതി വഹാബിയായി നിൽക്കുന്നങ്ങളും അതേപോലെ തന്നെ വഹാബിസം വിട്ട വിസ്ലം ജിന്നൂരികളും ഫൈസൽ ഹസനി ഉസ്താദിന്റെ ഈ പ്രസംഗം ഇട്ടിട്ട് നൗഷാദ് ഇപ്പൊ നമ്മളെ പകുതി വഹാബിയാക്കിയിരിക്കുകയാണ്.
എന്തേ കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ. അതായത് ബഹുമാനപ്പെട്ട ഫൈസൽ ഉസ്താദ് പറഞ്ഞ് നിങ്ങൾ ജിന്നുകളെ വിളിക്കാം എന്ന് പറയുന്നു, ഞങ്ങൾ ഔലിയാക്കൾ വിളിക്കാം എന്ന് പറയുന്നു. രണ്ടു കൂട്ടരും പറഞ്ഞതാണ്. ജിന്നുകളെ വിളിക്കാം ഷിർക്കല്ല എങ്കിൽ ഔലിയാക്കൾ വിളിക്കാൻ ഷിർക്കല്ല. ഇത് നമ്മൾ സാധാരണ എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ ഇത് പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ സുന്നികൾ എന്തായി? പകുതി വഹാബികളെ. എന്നാൽ നൗഷാദ് തന്നെ പണ്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. നൗഷാദ് ഇഷ്ടംപോലെ ഇത് പണ്ട് പറഞ്ഞിട്ടുണ്ട്. നൗഷാദാണ് ഈ കേരളക്കരയിൽ ഇത് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ടാവുക. നൗഷാദ് പറയുന്നത് നമുക്ക് കേൾക്കാലോ. തന്നെ മഹാന്മാർ വലിയ ആളുകളാണെന്ന് ശിർക്ക് ചെയ്യില്ല. നിങ്ങൾ നിങ്ങൾക്ക് സുന്യാവാൻ നിങ്ങൾ ഇങ്ങോട്ട് പോരി, നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പും കൂടി കയറിയാൽ മതി, സംഗതി രക്ഷപ്പെടുങ്ങൾ. കേട്ടോ, ക്ഷണിക്കുന്നുണ്ടോ? വഹാബികളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ ഒന്നും ഇങ്ങോട്ട് പോരി, ഒരു സ്റ്റെപ്പും കൂടി കയറിയാൽ നമ്മൾ നിങ്ങളെ കൂട്ടത്തിൽ ഒന്നായി. അപ്പൊ നൗഷാദ് അന്ന് പകുതി വഹാബിയായിരുന്നു. ഇനി വേറെ പ്രസംഗത്തിൽ പറയുന്നതാ പുറത്താക്കിയതാണ് എല്ലാത്തിനും. അപ്പൊ നമ്മൾ പറഞ്ഞു അല്ല, എന്തിനു വന്നാ നിങ്ങളും ഞങ്ങൾ ഒരു സ്റ്റെപ്പ് വ്യത്യാസമേ ഉള്ളൂ, ഇങ്ങോട്ട് പോരി, വെറുതെ അവിടെ ഇരിക്കണ്ട. കാരണം കണ്ണിൽ കാണാത്തവരോട് തേടാന്ന് ഇപ്പൊ നിങ്ങളും പറഞ്ഞില്ലേ, നിങ്ങൾ ഇങ്ങോട്ട് പോരി, നിങ്ങൾ അവിടെ ഇരിക്കണ്ട. അപ്പോൾ ഫൈസൽ ഹസൻ ഉസ്താദ് പറഞ്ഞ അതേ വാദം പണ്ട് നൗഷാദ് പറഞ്ഞിരുന്നു. അപ്പൊ നൗഷാദെ അന്ന് പണ്ട് ഈ പകുതി വഹാബി ആയിരുന്നോ? പണ്ടേ പകുതി വഹാബി ആയിരുന്നോ? അതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഏതായാലും ഇവനെ പോലുള്ളവന്റെ ഷെറിൽ നിന്ന് മുസ്ലിം സമുദായത്തെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.